ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത് കണ്ടാലോ. ഇത് ഉണ്ടാക്കിയത് ഞാനല്ല കേട്ടോ, എൻ്റെ എളാമ്മ ഉണ്ടാക്കിയത്. ഇത് വീട്ടിൽ സൽക്കാരം ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞാൽ എല്ലാവരും വിളിച്ചിട്ട് സൽക്കരിച്ചിരുന്നു. അപ്പോൾ അന്ന് ഉണ്ടാക്കിയ റെസിപ്പി ആയിട്ട് ഒന്ന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് വിറകടുപ്പിൽ വെച്ചിട്ട് കേട്ടോ ചെയ്തെടുത്തത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ വെച്ചിട്ടൊക്കെ കേട്ടോ അത് പൊരിച്ചെടുത്തത്. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ചെമ്മിയൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അത് ഓവറായിട്ടൊന്ന് കുക്കാവണ്ട കേട്ടോ. കുറച്ചൊന്ന് ഇതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ച് ആവണ വരെ ഒന്ന് നോക്കിയാൽ മതി. ഇതുപോലൊക്കെ ഒന്ന് ആക്കിയാൽ മതി കേട്ടോ. ഇത് ഏകദേശം ഒരു 5 കിലോനെ ഒക്കെ ഉണ്ട് കേട്ടോ ചെമ്മീൻ. അപ്പോൾ അതിലോട്ട് സവാള, തക്കാളി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ചപ്പ് അതുപോലെ പുതിന കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത ആ ഓയിൽ ആദ്യം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് സവാള ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിരിക്കുന്നു കേട്ടോ. ഒന്ന് വേഗം ഒന്ന് സവാള കുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിലോട്ട് നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് കുക്കായതിൻ്റെ ശേഷം അതൊക്കെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കുറച്ച് നേരം കൂടെ ഒന്ന് വെയിറ്റ് ആക്കാം കേട്ടോ. അതിൻ്റെ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് വെയിറ്റ് ആക്കിയതിന് ശേഷം ചപ്പ് കറിവേപ്പില പുതിനയിലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീനും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ആക്കുക കേട്ടോ. ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് പൗഡേഴ്സ് ചേർക്കാനുണ്ട്. ലാസ്റ്റ് ആട്ടോ പൗഡേഴ്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ സൽക്കാരത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അതൊക്കെ വയ്യ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും എല്ലാവരും കാണട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഗരം മസാല കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. അത് മിക്സ് ആക്കിയതിന് ശേഷം പിന്നെ അടച്ച് വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.